ഒരുത്തിന്റെ ഒരു ഇരട്ടത്താപ്പ് ഞാനത് തുറന്നു കാണിക്കാം. ഇവനൊക്കെ എന്താണ് സമൂഹത്തിൽ ചെയ്യുന്നത് എന്ന് നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തിരിച്ചറിയണം. മനസ്സിലായി? ഒരു ചാവാലിപ്പട്ടി കൊട്ടാരക്കരയെ കിടന്ന് കുരയ്ക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവൻ കിടന്നങ്ങ് വെല്ലുവിളിക്കുകയാണ്. ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചതാണ്. കാരണം അവൻ എനിക്ക് പറ്റിയൊരു തണ്ടിയേ അല്ല. അതായത് ഈ രാഷ്ട്രീയക്കാരുടെയൊക്കെ ചുവട് താങ്ങിയും അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഈ എറിഞ്ഞു കൊടുക്കുന്ന ഈ അപ്പക്കഷണങ്ങൾ ഭക്ഷിക്കാതെ ഇറങ്ങുന്ന ആളുകളുണ്ടല്ലോ, അവരുടെയൊക്കെ അപ്പക്കഷണത്തിന് വേണ്ടിയിട്ട് അന്യായക്കേടിന് കൂട്ടി നിൽക്കുന്ന ആളുകളെയൊക്കെ ജനങ്ങൾ തിരിച്ചറിയണം കേട്ടോ. അവൻ പുള്ളി ഷർട്ടേ ഇടത്തുള്ളൂ, പുള്ളി നിക്കറും ഇടും. അവ എന്നിട്ട് വന്നിട്ട് ഓരോ ആൾക്കാരുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് വാർത്ത ചെയ്യുന്നവനാ. അവ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വാർത്ത ചെയ്തേക്കും. വെറും ചാവാലിപ്പട്ടിയായിട്ടുള്ള കൊട്ടാരക്കരയിലെ ഈ ഒരു മാധ്യമ പ്രവർത്തകൻ കിടന്ന് കുരയ്ക്കുന്ന കണ്ടത്. അവൻ ഞാനാണെങ്കിൽ അവൻ എൻ്റെ മുന്നിൽ വന്ന് സംസാരിക്കട്ടെ. വയനാട് ദുരന്തത്തിന്റെ പേര് അരി വരെ കടത്തിക്കൊണ്ട് പോയവനാ. അരി കൊണ്ട് മറിച്ച് വിറ്റവൻ. സാധാരണപ്പെട്ട ആൾക്കാരുടെ നിന്ന് അരിയും പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ട് വേറൊരാൾക്ക് മറിച്ച് വിറ്റവനാണ്. മേളിൽ ഏതാണ്ട് മിസൈൽ പോലെ സാധനം വെച്ച് കെട്ടിയിട്ട് അവൻ നടക്കുക. അവൻ വലിയ ഷോയും കാണിച്ചിട്ടുണ്ട്. നീ ആരാന്നാടാ നിന്റെ വിചാരം? സത്യത്തിൽ എവിടെയൊക്കെ പോയി നീ പൈസ വാങ്ങിച്ചിട്ടുണ്ടാ? അല്ലെങ്കിൽ നീ ഏതൊക്കെ രീതിയിൽ നടന്നവനാ നീ? എടാ കോമാളി മാധ്യമ പ്രവർത്തക കൊട്ടാരക്കരയിലെ. അതുപോലെ അവൻ പണ്ട് കോൺഗ്രസിലായിരുന്നു. അവൻ പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് അവനെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് അടിച്ച് പുറത്താക്കിയത്. കൊട്ടാരക്കരയിലെ ഇവൻ ഒരു ബൊലേറോയുടെ മേളിൽ അവൻ മിസൈലും വെച്ച് കെട്ടി അവൻ പല ഭാഗത്ത് ചെന്നിട്ട് അവൻ എന്തെങ്കിലും ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ അവിടെ പോയി വാർത്ത ചെയ്യും. അതായത് ഒരു അതിർത്തി തർക്കമായാലും എന്തോരം വാർത്ത ചെയ്യും. ചെയ്തിട്ട് അവിടെ അവരുടെ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് മറ്റേവർ എന്തെങ്കിലും പറയുമ്പോൾ അവരുടെ നിന്ന് പൈസ വാങ്ങിക്കും. പിന്നെ അവൻ്റെ അതിനകത്ത് ചില വീഡിയോകൾ ആദ്യം ചെയ്ത വീഡിയോ കാണത്തില്ല. ഇതാണ് അവൻ്റെ രീതി. നാണോ മാനോ ഉണ്ടോ? എടാ പോയി ആണുങ്ങളെ പോലെ ജീവിക്കടാ. എടാ നീ ഒരു കാര്യത്തിൽ നിന്ന് ഉറച്ചേക്ക്. നീ ആദ്യം പറഞ്ഞ എന്താണ്? നീ ആദ്യം പറഞ്ഞാണ് നീ ഇപ്പം പറയുന്നത്. മനസ്സിലായി? നീ പോടാ ഡാഷൻ്റെ കോളേജ് തിരിച്ച് പറയാൻ എനിക്കറിയാത്തല്ല. പക്ഷെ നിന്റെ മര്യാദയല്ല എനിക്കുള്ളത്. മനസ്സിലായി? ദേവുപട്ടിയുടെ പേര് എനിക്ക് ഇതിനകത്ത് പറയുന്നത് വലിയ താല്പര്യമില്ല. പറയാനാണ് ഒരുപാട് നിന്നെ പറ്റി പറയുന്നില്ല. പക്ഷെ മോനെ നീ എന്നെ ചൊറിയാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ കോമാളി മാധ്യമ പ്രവർത്തകൻ അവകാശപ്പെടുന്ന ബ്ലോഗറെ അല്ലെങ്കിൽ ഫേസ്ബുക്ക് അഡ്മിനെ നീ പേടിക്കും കേട്ടോ. ഇവൻ ആദ്യം BJP-കാരനാണ്. ഇവൻ ആദ്യം BJP-ക്കാരെ അവിടുന്ന് പുറത്താക്കിയിട്ട് അവൻ ഇപ്പം ഇടതുപക്ഷത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവരെ ന്യായീകരിച്ചോട്ട് ബാലഗോപാൽ ചെയ്തില്ലെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ബാലഗോപാൽ മിനിസ്റ്റർ അദ്ദേഹം ആയിരിക്കും ഈ കാര്യങ്ങൾ ചെയ്ത് അദ്ദേഹം പലയിടത്തും നടന്ന് പല രീതിയിൽ കാശുണ്ടാക്കിയത് നമുക്കറിയാം. മണ്ണെടുക്കുന്നിടത്തുനിന്നായാലും മറ്റുള്ളിടത്തുനിന്നായാലും നീ എന്നെ വെല്ലുവിളിക്കുന്നത്. പോടാ മോനെ. പുള്ളി ഷർട്ടും പുള്ളി നിൽക്കുന്നതിൻ്റെ കയ്യിരിക്കത്തേ ഉള്ളൂ. നീ നിന്റെ ഒരു വേല എൻ്റെ അടുത്ത് നടക്കത്തില്ല. മാനം വേണം. കാര്യം എന്താ പറയുക? ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. ആളുകൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയാണ്. നീ പറയുന്നത് തന്നെ ആളുകൾ കണ്ടോണ്ടിരിക്കുകയാണ്. അടിച്ച് നിന്റെ ചെവുക്കല്ല് പൊട്ടിക്കും കേട്ടല്ലേ? ഉറപ്പായിട്ട് ഞാൻ പറയുക. ഇത് നിനക്കുള്ള മറുപടിയാണ്. കൊട്ടാരക്കരയിലെ ഓൺലൈൻ മാധ്യമപ്രവർത്തകർ എന്ന് പറയുന്ന ഒരു ആണും പെണ്ണും കെട്ട ഒരു പുള്ളി സെറ്റിട്ടവരെയാണ് ഞാൻ ഈ പറഞ്ഞു. ഓക്കെ.